ബസിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തെ തുടർന്ന് യുവാവ് ജീവനൊടുക്കിയ കേസിൽ പിടിയിലായ ഷിംജിത മുംതാസിനെ റിമാൻഡ് ചെയ്തു. ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഷിംജിതയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. യുവതിയെ ഇപ്പോൾ മഞ്ചേരി ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ജയിലിൽ എത്തിച്ച ഷിംജിതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധമുണ്ടായി. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. അരുൺ അമൃതാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, കേരളത്തിൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഷിംജിതയും ആ വീഡിയോയും ദീപകിന്റെ മരണവും തന്നെയാണ്. സ്വാഭാവികമാണ്, പ്രതിഷേധമുണ്ടാകും. വലിയ പോലീസ് വിന്യാസത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെ? അല്പസമയങ്ങൾക്ക് മുമ്പാണ് ആര്യ ഷിംജിതയെ മഞ്ചേരി സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു പ്രതിഷേധവും ഉണ്ടായിരുന്നു. ഷിംജിതയും കൊണ്ടുള്ള പോലീസ് വാഹനം എത്തിയപ്പോൾ തന്നെ അത് തടയാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചു. പോലീസ് ബലം പ്രയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റി ഷിംജിതയെ ജയിലിനകത്തേക്ക് പ്രവേശിച്ചത്. 14 ദിവസത്തേക്കാണ് കുന്നമംഗലം കോടതി ഷിംജിതയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ ഷിംജിതയെ അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള ആദ്യ പ്രതിഷേധം കൂടിയായിരുന്നു ഈ മഞ്ചേരി ജയിലിന് മുന്നിൽ കണ്ടത്. അത്തരത്തിൽ രഹസ്യമായിരുന്നു പോലീസിന്റെ നീക്കങ്ങളെല്ലാം തന്നെ. വടകരയിൽ ബന്ധു വീട്ടിൽ വെച്ച ഷിംജിതയെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി വൈദ്യ പരിശോധനയെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് മഞ്ചേരിയിലേക്ക് എത്തിച്ചത്. ഇനി 14 ദിവസത്തിനിടെ പോലീസ് ഷിംജിതയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലേക്ക് കടക്കും. ഒപ്പം തന്നെ ജാമ്യാപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഷിംജിതയുടെ അഭിഭാഷകനും ഷിംജിതയുടെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 14 ദിവസത്തേക്ക് മഞ്ചേരി കോടതി റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ശരി.